ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കെയറിങ്, അതേപോലെ പ്രൊപ്പഗേഷൻ ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നു. വീഡിയോ ഫുൾ കാണുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലത്തും അതുപോലെ തന്നെ ചട്ടിയിലും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. കനത്ത മഴയുള്ളപ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നല്ല നീർവാഴ്ചയുള്ള മണ്ണിലായിരിക്കണം നമ്മൾ ഈ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കേണ്ടത്. ഇല്ലെങ്കിൽ വെള്ളമൊക്കെ കെട്ടി നിന്ന് അതിൻ്റെ ബൾബ് പെട്ടെന്ന് ചീഞ്ഞു പോകാനിടയുണ്ട്. അതുപോലെ തന്നെ കനത്ത വെയിൽ ഏൽക്കുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മാർച്ച് മാസങ്ങളിലൊക്കെ ഉള്ള ഡയറക്റ്റ് വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ ലീവ്സൊക്കെ കരിഞ്ഞു പോകാനിടയുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ തിങ്ങിഞ്ഞെരുങ്ങി തൈകൾ നിർത്തരുത് എന്നുള്ളതാണ്. 2-3 തൈകളിൽ കൂടുതൽ ഇതിൽ നിന്നാൽ തന്നെ ഇതിൽ പൂക്കൾ വളരെ കുറയാൻ ഇടയുണ്ട്. അപ്പം വളരെ കുറച്ച് തൈകൾ നിർത്തി ബാക്കിയെല്ലാം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഉള്ള പ്ലാന്റിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് ബൾബ് പോലുള്ള ഒരു വിത്ത് നമ്മൾ അടർത്തി മാറ്റേണ്ടതുണ്ട്. ഇത് ഞാൻ നിറയെ ചെടികളുള്ള ഒരു പ്ലാന്റിൽ നിന്ന് അടർത്തി മാറ്റിയതാണ്. ഇപ്പോൾ അടർത്തി മാറ്റുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വേരുകൾ പൊട്ടാതെ നോക്കണം. പിന്നെ ഇത് നടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും മാത്രമാണ്. ഇത് നട്ട് ഒരാഴ്ച നമ്മൾ തണലത്ത് വെച്ച ശേഷം മാത്രമേ ചെറിയ വെയിലുള്ളിടത്ത് വെക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ധാരാളം തൈകൾ നമുക്ക് കിട്ടും. അപ്പം തൈകളെല്ലാം തന്നെ മാറ്റി നട്ടാൽ നമുക്ക് പുതിയ പ്ലാന്റിങ് കിട്ടും. അതുപോലെ തന്നെ അതിലെല്ലാം നിറയെ ഫ്ലവേഴ്സും ഉണ്ടാകും. ഇനി ഇതിനെക്കുറിച്ച് വളങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റ് ആയിട്ടുള്ള പഴത്തൊലി അരച്ച് ഇതിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചായപ്പിണ്ടി മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് നിറയെ പൂക്കൾ ഉണ്ടാകാനായി സ്പെഷ്യലായി ചേർക്കുന്ന ഒരു വളമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ഈ പ്ലാന്റിനല്ല, എല്ലാ പ്ലാന്റ്സിനും അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം തഴച്ച് വളരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പം നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു നാടൻ ഇനമാണിത്. ഇപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഹൈബ്രിഡായ ഒരുപാട് ഇനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇപ്പം 2-3 കളേഴ്സിൽ ഒന്നിപ്പോൾ യെല്ലോ കളറിൽ തന്നെ ഷെയ്ഡ് വരുന്നതുണ്ട്, പിങ്ക്, പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് കളർ വരുന്ന ഒരു പിങ്ക് ആൻഡ് യെല്ലോ കളർ, പിന്നെ വൈറ്റ് ഉണ്ട്. വൈറ്റിൽ ഇപ്പോൾ ഫ്ലവർ ആയിട്ടില്ല, വരുന്നതേ ഉള്ളൂ. അങ്ങനെ 2-3 കളേഴ്സ് ഉണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡിൽ ഞാൻ പ്രധാനമായും ചെയ്യുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം തിങ്ങി ഞെരുങ്ങി ഇതിൽ തൈകൾ നിർത്താതിരുന്നാൽ തന്നെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകും. ഇപ്പം എൻ്റെ ഒരു പ്ലാന്റിൽ തന്നെ 2 കുലയൊക്കെ പൂക്കളുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പുതിയ പ്ലാന്റും കിട്ടും, അതിലെല്ലാം ഫ്ലവേഴ്സും കിട്ടും. ഇതിന് മുമ്പ് ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്രയും കളേഴ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി കളേഴ്സിലൊക്കെ ഉണ്ട്. വളങ്ങളൊക്കെ കൃത്യസമയത്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.